Wow, what a dream. ഇത്രയും നല്ല സ്വപ്നമെല്ലാം കാണുന്ന ഏറ്റവും നമ്മൾ റിലാക്സ് ചെയ്തിട്ട് സന്തോഷത്തോടെ ഉറങ്ങുമ്പോഴാണ്. അങ്ങനെ ഒരു ഉറക്കപ്പ് എനിക്ക് കിട്ടിയത്. അതിന് കാരണമുണ്ട്, ഇതിലൊരു എനർജൈസിങ് മോഡുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പുതിയ എസ് ക്ലാസ്സിലാണ്. സോ അതെല്ലാം നമുക്ക് ശരിക്കും അറിയാം എസ് ക്ലാസ്സിൻ്റെ ഈ ഇൻ ഡെപ്ത് വീഡിയോയിൽ. വെൽക്കം ടു ഫ്ലൈവീൽ. 2021 World Luxury Car of the Year, the best car in the world, benchmarking car in the industry. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ക്ലീഷേഡായിട്ട് എസ് ക്ലാസ്സിനുണ്ട്. എന്നാൽ അതെല്ലാം ശരിയും തന്നെയാണ്. ഞാൻ പക്ഷേ വേറൊരു കാര്യം അവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എസ് ക്ലാസ്സിന് ഒരുപാട് റിവ്യൂ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. വേൾഡ് ഓവറുള്ള റിവ്യൂസ് ഉണ്ട്. എസ് ക്ലാസ്സിൻ്റെ റിവ്യൂ വരുമ്പം ആ റിവ്യൂ ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, പ്രത്യേകിച്ച് വണ്ടിപ്രാന്തന്മാരാണെങ്കിൽ വളരെ വെൽ ഡ്രസ്ഡും സ്പെഷ്യലി ഒരു ടയറിലല്ല വരാറില്ല. എൻ്റെ അത്രയും ക്രേസി ആവണമെന്നില്ല, പക്ഷേ അവരും തന്നെ സ്റ്റൈലിൽ വരാറില്ല. അതിനൊരു കാരണമുണ്ട്. ദിസ് കാർ മേക്ക് യു ഫീൽ വെരി സ്പെഷ്യൽ. അതുകൊണ്ടാണ് ഇതിനെ എസ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ ഇൻഫർമേഷൻ, ഈ കാർ എഞ്ചിൻ ഇപ്പോൾ ഓൺ ആയിട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതിൽ വന്നിരിക്കുന്ന ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ S400D ഫോമാറ്റിക് മോഡലാണ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷേ പുറത്തുനിന്ന് പോലും എഞ്ചിൻ്റെ സൗണ്ട് വളരെ മെർമറിങ് ആയിട്ടേ കേൾക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളുള്ളിൽ ഞാൻ പിന്നീട് പറയാം. സോ പുതിയ എസ് ക്ലാസ് എന്ന് പറയുമ്പം ഇത് ഇറങ്ങിയത് 223 എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇതിപ്പം നമ്മളെ കയ്യിലുള്ള മോഡൽ ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് V223 എന്ന് പറയാം. W223 ഷോർട്ട് വീൽ ബേസിനും അതുപോലെ തന്നെ Z223 ആണ് ഇതിൻ്റെ മൈബ എന്ന് പറയുന്ന വേരിയൻ്റ് വരുന്നത്. കഴിഞ്ഞ വർഷമാണ് മെർസിഡീസ് ബെൻസ് പുതിയ എസ് ക്ലാസ് അൺവീൽ ചെയ്തത്. ഇത്തവണ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ലോഞ്ച് ആയിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള വണ്ടികളിൽ വേൾഡ് കാർ ഓഫ് ദി ഇയറിൽ ലക്ഷറി വിഭാഗം വിൻ ചെയ്ത കാറാണ് എസ് ക്ലാസ്. എസ് ക്ലാസിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ഒരുപാട് പറയേണ്ട, കാരണം ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലക്ഷറി കാർ, വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് റിവ്യൂ ഞാൻ കുറേ മുമ്പേ തന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിസൈനും എല്ലാം തന്നെ പറഞ്ഞു. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഇതാണ് ഡിസൈനിനെ കുറിച്ചൊന്നും പോകുന്നില്ല. നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇത് ഇൻറ്റീരിയറിലും ഡ്രൈവിലും തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താണ്. എനിവേ, എസ് ക്ലാസ് എന്ന് പറയുമ്പം എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരില്ല. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലുള്ള കാറ് തന്നെ ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ജനറേഷൻ എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ എസ് ക്ലാസ് ആയിരുന്നു 222 എന്ന് പറഞ്ഞ സീരീസ്. സ്റ്റിൽ അത് വളരെ യങ് ആയി നിൽക്കുന്നൊരു എസ് ക്ലാസ് ആയി തോന്നുന്ന കാറാണ്. 7 വർഷത്തിന് മേലെ പഴക്കം, ഇപ്പോൾ 8ാമത്തെ വർഷം, എന്നിട്ടും ഇപ്പോഴും അതൊരു അപ്ഡേറ്റഡ് കാറായി തോന്നുന്നൊരു കാറാണ്. അതിൽ നിന്നുള്ള ഒരു ഇവല്യൂഷൻ ആയിട്ടുള്ളൊരു കാറാണ് 223 ആയിട്ട് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ള കാറല്ല, കാരണം അത് വളരെ അക്സെപ്റ്റഡ് ആയ കാറാണ്. പക്ഷേ എന്നാലും 223ക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ലുക്കിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല ഇത് നേരിട്ട് കാണുമ്പം. ഇത് ഫോട്ടോജനിക് എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ആക്ച്വലി മെർസിഡീസ് ഇതിന് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ആദ്യത്തെ 150 മോഡൽ CBU യൂണിറ്റാണ്. അത് S450 പെട്രോളും S400D ഡീസലാണ്. ഫോർമാറ്റിക് ആണ് രണ്ടിൽ വരുന്നത്. AMG ട്രിമും എല്ലാം വരുന്നുണ്ട്. 2.5 crore ഏകദേശം രണ്ടിനും വില വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഹൈ പ്രൈസ്ഡ് ആണെന്നെല്ലാം പറഞ്ഞു. എന്നിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച അറിഞ്ഞിട്ടുള്ളത് ഇതിൽ 100 യൂണിറ്റ്സോളം ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി 50 യൂണിറ്റ്സേ ഉള്ളൂ എന്നുള്ളത്. So that shows how people love the S Class. പുതിയ എസ് ക്ലാസിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മൊത്തത്തിലുള്ള ഷേപ്പും പ്രൊപ്പോർഷനും ആ ഒരു സിലൗട്ടെല്ലാണ് പഴയ എസ് ക്ലാസ് പോലുള്ളത്. പക്ഷേ ഫ്രണ്ട് കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് ആണ്. ഇത് തന്നെയാണ് ഞാൻ ആദ്യത്തെ റിവ്യൂവിൽ പറഞ്ഞത്, ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്കും ഫോട്ടോയിൽ ഓക്കെ ആയിരുന്നു, ബട്ട് നേരിട്ട് കണ്ടപ്പോഴാണ് കൂടുതൽ അപ്പീലിംഗ് ആയത്. കുറേ കൂടി ഗ്രില്ല് വലുതായിട്ടുണ്ട്, കുറച്ചുകൂടി 3D എഫക്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ച് മൈൽഡർ ആയിട്ടുള്ള ലുക്കാണ് ഉള്ളത്. 3 ക്രോം സ്ലാക്ക് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് സ്ലാക്ക് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് കാണാം ഒരു ഗ്ലാസ് പോലുള്ള പോർഷൻ, അത് ആക്ച്വലി റഡാറാണ്. ഇവിടെ ഫ്രണ്ടിൽ ക്യാമറയും വരുന്നുണ്ട്. വലിയ ഗ്രില്ലാണ് വന്നിരിക്കുന്നത് നേരത്തേക്കാളും. ലൈറ്റ് കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട്, സ്ലീക്കർ ആയിട്ടുണ്ട്, കുറച്ചുകൂടി നേരിയതായിട്ടുണ്ട്. ബട്ട് ലൈറ്റിൻ്റെ പെർഫോമൻസും പവറും കൂടിയിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ലൈറ്റാണ്. ഡിജിറ്റൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ 1.3 മില്യൺ മിറർ പിക്സൽസ്, അതായത് 13 ലക്ഷം മിറർ പിക്സൽസ് കൂടിയിട്ടുള്ള LED ലൈറ്റാണ്. ഹൈ പെർഫോമൻസ് ലൈറ്റാണ്. 650 മീറ്റർ ഇതിൻ്റെ ഹൈ ബീമിൽ റേഞ്ച് ഉണ്ട്. അതിൻ്റെ പുറമെ ഇതിൽ ഇൻഫർമേഷൻസ് റോഡിലേക്ക് പാസ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഫസ്റ്റ് റിവ്യൂവിൽ മെൻഷൻ ചെയ്ത് അതിൻ്റെ വിഷ്വൽസും ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. സോ ഇതിൽ വന്നിട്ട് ഒരുപാട് ലെയർ ഓഫ് ലെൻസസ് കാണാം. ഹൈ ബീമെല്ലാം താഴെയാണ്. ഇവിടെ ഒരുപാട് ലെൻസസ് വരുന്നുണ്ട്. അതെല്ലാം തന്നെ അട്രാക്റ്റീവ് നിൽക്കുന്നു. ഇവിടെ ഷാർപ്പായിട്ടുള്ള ഒരു ഐബ്രോ വരുന്നുണ്ട്. പിന്നെ 3 സ്പോട്ട്സാണ് വരുന്നത്. അതാണ് എസ് ക്ലാസിൻ്റെ 3 സ്റ്റാർ. നേരത്തെ 3 ബാർ ആയിരുന്നുണ്ടായത്, ഇപ്പോൾ 3 സ്പോട്ട്. ഈ ക്ലാസ്സിൽ 2ഉം C ക്ലാസ്സിൽ 1ആണ് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് AMG ലൈനാണ്. AMG ലൈൻ നമ്മൾ കുറേ കൂടി സ്പോട്ടിയർ ലുക്കാണ്.
സാധാരണ നമ്മൾ എപ്പോഴും AMG ലൈൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയി നിൽക്കുമ്പം എനിക്കതിൽ എക്സിക്യൂട്ടീവ് ലൈനാണ് ഇൻ പേഴ്സൺ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിരുന്നത്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല, പുറമേയുള്ള മോഡൽസിലുണ്ട്. അതിൽ കുറച്ചുകൂടി ക്രോമും കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീലാണെങ്കിൽ ഇത് കുറേ സ്പോട്ടി ഫീലാണ്. വലിയൊരു എയർ വെൻറ്റ് വരുന്നുണ്ട്, അല്ലാണ്ട് തന്നെ ക്രോം സ്പോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിപ് സ്പോയിലർ വരുന്നുണ്ട്, അത് ക്രോമാണ്. വലിയൊരു എയർ വെൻറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇത്രയുമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഡിസൈൻ എലമെൻറ്റ്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഹുഡാണ്. ഹുഡിൻ്റെ സൈഡിൽ 2 ലൈൻസ് മാത്രമാണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാർ, ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു എംബ്ലമാണ്. വേൾഡിൽ തന്നെ ഏറ്റവും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു എംബ്ലമാണ് കാറിൻ്റെ 3 പോയിൻറ്റ് സ്റ്റാറിൻ്റെ എംബ്ലം. അത് നമ്മൾ നയിച്ചു പോകുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇന്നിപ്പം മെർസിഡീസിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് ഇന്ത്യയിൽ വരുന്ന ഏക ഹുഡ് സ്റ്റാർ വരുന്ന മോഡലാണ് എസ് ക്ലാസ്. ബാക്കിയെല്ലാം തന്നെ നമുക്കറിയാം ലോഗോ ഡ്രില്ലിലേക്കായി മാറി. കൂടുതൽ ആളുകളും യങ്സ്റ്റേഴ്സ് എല്ലാം അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് എസ് ക്ലാസ്സിന് എപ്പോഴും ഇത്തരം ഒരു ഓർണമെൻ്റാണ് വരുന്നത്. ഇവിടെ മെർസിഡീസ് ബെൻസ് എഴുതിയിട്ടുള്ള ഒരു ഓൾഡ് ലോഗോയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ലോഗോസാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് എസ് ക്ലാസിൻ്റെ ഫേസിയ. എസ് ക്ലാസ് എന്നും എസ് ക്ലാസ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളാണിത്. ഇത് ഞാൻ വീണ്ടും പറയണത്, നിങ്ങൾ നേരിട്ട് എപ്പോഴാണോ കാണുന്നത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രസൻസ്. അതർവൈസ് ഫോട്ടോയിൽ എന്തോ അത്രയ്ക്ക് ഫോട്ടോജനിക്കല്ല എന്ന് വേണം പറയാം. പുതിയ എസ് ക്ലാസ് നല്ല നീളമുള്ള കാറാണ്. 5.3 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. മുമ്പത്തേക്കാൾ നീളം കൂടിയിട്ടുണ്ട്, വീതിയും അല്പം കൂടിയിട്ടുണ്ട്. 2 മീറ്ററോളം വീതിയും വരുന്നുണ്ട്. ഈ 2 മെഷർമെൻറ്റ് ഞാൻ പറയാൻ കാരണം, ഇത് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫ്രെയിം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിപ്പം തോന്നുന്നുണ്ടാവില്ല. അത്തരം ഒരു ഡിസൈനാണ് പുതിയ എസ് ക്ലാസിൻ്റെ. കുറേ കൂടി ഒരു റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൈസ് തോന്നിക്കുന്നില്ല. പുതിയ ഡിസൈനെ കുറിച്ച് പറയുമ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എസ് ക്ലാസിൻ്റെ മുമ്പത്തെ മോഡൽ ഉണ്ടായിരുന്നതിൽ ഒരു മെയിൻ ആയിട്ടുള്ള സംഗതി പോയി ഒരു ഡ്രോപ്പിംഗ് ലൈൻ. ഇപ്പം ആ ഒരു ലൈനില്ല. ഗോർഡൻ വാഗ്നർ എന്ന് പറയുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ചീഫ് ഡിസൈനർ പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു തിങ്ക് ദാറ്റ് വൺ ലൈൻ ഇസ് ലുക്കിംഗ് ഗുഡ് യു ടേക്ക് ഇറ്റ് ഓഫ്, ഇറ്റ് ലുക്ക് ബെറ്റർ എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചെറിയൊരു ക്രീസ് ഉണ്ട്. ആ ക്രീസ് ശരിക്കും ഷോൾഡർ ലൈനായിട്ട് ഇങ്ങനെ പോയിട്ട് റിയർ വരെ നിൽക്കുന്നുണ്ട്. ആ ഒരു ലൈനല്ലാതെ വേറെ ഒരു ലൈനും ഇല്ല. ബാക്കി ബോഡി കാവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കാവിങ് ആണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഫ്രണ്ടിലാണ് ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ കുറച്ച് കയറി നിൽക്കുന്ന കാണാം. 20 ഇഞ്ചിൻ്റെ വീലാണ്. ഫ്രണ്ടിലും റിയറിലും 2 സൈസ് വന്നിരിക്കുന്ന ടയർ. 20 ഇഞ്ചിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന മൾട്ടി സ്പോക്ക് ഡിസൈനാണ്. ഇതിൽ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ 255/40 റിയറിൽ വന്നിരിക്കുന്ന കുറച്ചുകൂടി വീതി കൂടി 285/35 ടയേഴ്സുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന CBUവിൽ മാത്രമാണ് ഈ വീല് വരുന്നത്. ഇന്ത്യൻ വേർഷൻ, അതായത് CKD വേർഷൻ അടുത്ത വർഷമോ ഈ വർഷം എൻഡിലോ വരും. അപ്പം വരുന്ന വീല് വ്യത്യാസം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എനിവേ ഇതാണിപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിൽ. പിന്നെ വന്നിരിക്കുന്ന സൈഡ് വ്യൂ മിറർ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഡിഫറൻ്റ് ആയി, കുറച്ചുകൂടി ചെറുതായി റൗണ്ടായി എയറോഡൈനാമിക്സ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ കാഴ്ചയിലൊന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന ക്രോം പോർഷനും ഈ ഒരു ഗ്രീൻ ഹൗസുമാണ്. അത് ശരിക്കും നല്ല അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. അത് മെർസിഡീസിൻ്റെ ഒരു അട്രാക്ഷനാണ്. ആ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് റൂഫ് ലൈൻ ആണെങ്കിലും കൂപ്പേ ലൈക്ക് റൗണ്ടഡ് ആയിട്ടുള്ള റൂഫ് ലൈനാണ്. പുതിയ എസ് ക്ലാസിന് സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും അട്രാക്റ്റീവ് ഉള്ള മറ്റൊരു എലമെൻ്റ് ഉള്ളത് പുതിയ ഡോർ ഹാൻഡിലാണ്. ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. അത് കൂടുതൽ ബെറ്റർ എയറോഡൈനാമിക്സിന് ഗുണം ചെയ്യുന്നുള്ള രീതിയിലുള്ള. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോപ്പപ്പ് ചെയ്ത് വരും. 3 രീതിയിൽ പറ്റും. നമുക്കത് കീയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്യുമ്പം അത് പോപ്പപ്പ് ചെയ്ത് വരും. അതുപോലെ ടച്ച് ചെയ്താൽ വരും നമ്മുടെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ. അതുമാത്രമല്ല, നമ്മൾ കീ ഉണ്ടെന്ന് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ അത് പോപ്പപ്പ് ചെയ്ത് വരും. ഈ 3 രീതിയിൽ പോപ്പപ്പ് ചെയ്യുന്ന ഒരു ഹാൻഡിലാണത്. അത് ഫ്രണ്ടിലും റിയറിലും അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് നല്ലൊരു അട്രാക്റ്റീവ് ഒരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് എലമെൻ്റാണ്. നല്ല അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രൊപ്പോർഷൻ എന്ന് പറയും. വലിയൊരു ഹുഡ്, വലിയൊരു ക്യാബിൻ, ചെറിയ ബൂട്ട്, ഈ ഒരു പ്രൊപ്പോർഷനാണ് മെർസിഡീസിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി. സിഡാനിൽ എപ്പോഴും പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിസൈനിൽ. അപ്പോൾ ആ പ്രൊപ്പോർഷൻ ഏറ്റവും അധികം നന്നായി ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് മെർസിഡീസ് ബെൻസ്. അത് എസ് ക്ലാസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രൂഫ്. ആ ഒരു പ്രൊപ്പോർഷനും ഈ ഒരു ഫോമും കഴിഞ്ഞ ജനറേഷനും ക്യാരി ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വീൽ ബേസും കൂടിയുണ്ട്. കാരണം ബാക്കിലേക്കുള്ള ഓവർഹാങ്ങും ഫ്രണ്ടിലെ ഓവർഹാങ്ങും കുറച്ചിട്ടുണ്ട്. വീല് കുറച്ച് തള്ളി. അതെല്ലാം തന്നെ ഇൻറ്റീരിയറിൽ സ്പേസ് കൂടാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് സൈഡ് പ്രൊഫൈൽ പുതിയ എസ് ക്ലാസിന്. റിയറിൻ്റെ ഡിസൈനായിരുന്നു ഒരു കോൺട്രവേഴ്ഷ്യലായി നിന്നിരുന്ന ഒരു ഭാഗം. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ പറഞ്ഞിരുന്നു. അതും എഗെയിൻ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു ടെയിൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചെറുതാണെങ്കിലും ഒറിസോണ്ടലായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വെർട്ടിക്കലായിരുന്നു. ആക്ച്വലി ഇത് വലിയ ടെയിൽ ലൈറ്റ് ആണ്. കാണുമ്പോൾ ആണ് ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നത് ചെറുതായിട്ട്. ഇതിൻ്റെ യൂണിറ്റ് മൊത്തം നോക്കുകയാണെങ്കിൽ വലുതായിട്ടുണ്ട്. ഇത്രയും ഒരു ലെങ്ത്തിൽ വന്നിരിക്കുന്നത്. ഫുള്ളും LED എലമെൻറ്റ്സോട് കൂടിയിട്ടുള്ള ടെയിൽ ലൈറ്റ് വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇല്ലുമിനേറ്റ് ചെയ്യുമ്പോൾ. ഈ ഒരു ഷേപ്പും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ശരിക്കും ഫീൽ ചെയ്യും ഫോട്ടോനേക്കാളും. ഉള്ളിൽ അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എല്ലാം ഇല്ലുമിനേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അട്രാക്ഷൻ കാണുന്നത്. കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ളൊരു റിയർ പോർഷനാണ് കമ്പയർ ടു 222. അതും അട്രാക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോമാറ്റിക് ആണ്. അതുകൊണ്ട് സൈഡിൽ ഫോമാറ്റിൻ്റെ ലോഗോ ആണ്. ഫോമാറ്റിക് മീൻസ് 4-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക്. മെർസിഡീസ് ബെൻസിൻ്റെ ഓൾ ടൈം 4-wheel ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ പേരാണത്. ഇതിൽ ഡിസൈനിലേക്ക് വരുമ്പം ബമ്പറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ക്രോം എലമെൻറ്റ്സ്, എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഡിസൈൻ ഉണ്ട്. അത് AMG ട്രിമ്മോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതും അട്രാക്റ്റീവായിട്ടുണ്ട്. ബൂട്ട് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുമാണുള്ളത്.
ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എസ് ക്ലാസിൻ്റെ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞവർ കഴിഞ്ഞ ജനറേഷനിൽ നിന്നും കുറച്ച് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ പുറമെ കുറേ കൂടി ക്ലീനർ ആയിട്ടുണ്ട്, ലൈൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫീൽ ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ. വീണ്ടും ഞാൻ പറയുന്നത് ഫോട്ടോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശരിയായ ഒരു അട്രാക്ഷൻ ചിലപ്പോൾ കാണാൻ പറ്റില്ല. നിയറസ്റ്റ് ഷോറൂമിൽ എപ്പോഴെങ്കിലും വണ്ടി എത്തിയാൽ നിങ്ങൾ ഓടിപ്പോയി കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഇസ് ദ റിയൽ ബ്യൂട്ടി ഓഫ് ദിസ് ന്യൂ എസ് ക്ലാസ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ബൂട്ട് ലിഡാണ്. അതിവിടെ പ്രസ് ബട്ടണിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാം. കഴിഞ്ഞ ജനറേഷനുകളും കുറേ കൂടി ചെറുതായിട്ടുണ്ട് ബൂട്ട്, പക്ഷേ ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ വീലെല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ശരിക്കും ഇൻകോപ്പറേറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഉള്ള ഭാഗം ശരിക്കും ക്ലീൻലി യൂസ് ചെയ്യാം. നമുക്കറിയാം ഇത്തരം ഒരു കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം വേണ്ട ലഗേജ് ഒരു ക്യാബിൻ സൈസ് ലഗേജും പിന്നെ ഒരു സൂട്ട് കേസ് എല്ലായിരിക്കും. അതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാവുന്ന സൈസുള്ള ഒരു ബൂട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം വന്നിരിക്കുന്ന മോഡലിലാണെങ്കിലും ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാവുന്ന ബൂട്ട് ലിഡാണ്. സോ ഇതാണ് പുതിയ എസ് ക്ലാസിൻ്റെ ബൂട്ട് സ്പേസ്. ബോംബെയിൽ ഇന്ന് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ AC ഓണാക്കിയിട്ട് വണ്ടി ഓണായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല അതൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടെന്ന്. AC-ൻ്റെ ബ്ലോവറിൻ്റെ സൗണ്ട് മിനിമം വെച്ചിരിക്കുന്നത്, അത് കുറച്ച് കൂട്ടിയേ വരുന്നുണ്ട്. ഞാൻ ഡ്രൈവിൽ പറയാം. അല്ലാതെ എഞ്ചിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൗണ്ടും ഈ മൈക്കിൽ കയറുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ക്വയറ്റ് ഈസ് ദിസ് ന്യൂ എസ് ക്ലാസ് ഇൻറ്റീരിയർ. നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. പുതിയ എസ് ക്ലാസിൻ്റെ കംപ്ലീറ്റ് മേക്ക് ഓവർ വന്നിട്ടുള്ള ഇൻറ്റീരിയറിലാണ്. ഞാൻ വീണ്ടും പറയണ ആദ്യത്തെ ലുക്കിൽ ഞാൻ എൻ്റെ ഡിസൈനെല്ലാം കാണിച്ചിരുന്നു. ഡിസൈനെ കുറിച്ച് ബേസിക്കായിട്ട് വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇനി കാണിക്കാനുള്ള ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റീസും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കുറേ സംഗതികളുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിസൈനെ കുറിച്ച് പറയുമ്പം പുതിയ ഒരു ഡിസൈൻ ഫോമാണ്, മിനിമലിസ്റ്റിക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. മിനിമലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നിട്ട് ലക്ഷറി ആക്കിയില്ല. ലക്ഷറി ആണോ എന്ന് വെച്ചാൽ അൾട്രാ ലക്ഷറി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വന്നിരിക്കുന്ന വുഡ് ട്രിമും ഈ ഒരു കളർ കോമ്പിനേഷനെല്ലാം ശരിക്കും വേൾഡ് ക്ലാസ് ആണ്. ഇതിലെനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ എസ് ക്ലാസ് വന്നപ്പം ഫുൾ സ്പെക്ക് ചെയ്തിട്ടാണ് മെർസിഡീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഏതായാലും ഇന്ത്യയിൽ വന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് ഇന്ത്യയിലുള്ള ലോ കാരണം പല ഫീച്ചേഴ്സും കൊണ്ടുവരപ്പെട്ടായിരിക്കും. അതുപോലെ തന്നെ ട്രിം ലെവലും മീഡിയം റേഞ്ചിലുള്ള ട്രിം ലെവലാണ് ഇന്ത്യയിൽ വരാറില്ല. ഇത്തവണ ഏതായാലും അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. ഒരു ടോപ്പ് എൻഡ് ട്രിം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കളർ ഫസ്റ്റ് ഞാൻ പറയാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ബേജ് ഉണ്ട്, വൈറ്റ് ബേജ് ആയിട്ടുള്ള ഒരു ബേജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് പോലുള്ള ബ്രൗൺ ഉണ്ട്. അതുപോലെ തന്നെ വേറെ കളറിൽ ബ്ലാക്കും ഗ്രേയുമാണ്. 4 കളർ ഓപ്ഷൻസ് ഇപ്പം ഓരോ എക്സ്റ്റീരിയർ കളറായിട്ട് വരുന്നുണ്ട്. ബ്ലാക്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടുന്നുണ്ട്, വൈറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഏതായാലും മിസ്സായിട്ടുള്ള ഒരു റെഡ് കളർ കോമ്പിനേഷൻ ആയിരുന്നു. അത് സൂപ്പർ അട്രാക്റ്റീവ്. ഞാൻ അന്ന് ഗർഗാഷിലൊരു കാറിൽ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. എനിവേ ഒരു സങ്കടം പറയാനില്ല, ബാക്കിയുള്ള കളേഴ്സും നന്നായിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് പറയുമ്പം മിനിമലിസ്റ്റിക് ഒരു അപ്രോച്ച് വന്നെങ്കിലും വളരെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായി നിൽക്കുന്ന ഈ വലിയ 12.3 ഇഞ്ചിൻ്റെ വെർട്ടിക്കൽ സ്ക്രീനാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എൻറ്റയർലി കൺട്രോൾ ചെയ്യുന്ന സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ 2 പാർട്ടാണ്. താഴെ വന്നിരിക്കുന്ന ക്ലൈമറ്റ് കൺട്രോളും AC എല്ലാം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ്. എല്ലാം ടച്ച് ഫംഗ്ഷനാണ്. മേലെ വന്നിരിക്കുന്നതാണ് MBUX എന്നുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അത് തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഡിസൈനിൽ ഇതാ വരുന്നത്. ഇതൊന്നും താഴേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്കോട് കൂടിയുള്ള സെൻറ്റർ കൺസോളാണ്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡർ, ഫോൺ വയ്ക്കാനുള്ള 2 സ്ഥലം, അതായത് ഒന്ന് ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ചാർജിങ് പ്ലേസ് ഉണ്ട്. അതിന് 2 USB-C ചാർജർ ഉണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഒരു ഫോണെല്ലാം വെക്കാവുന്ന 2 USB-C ചാർജർ എടുക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ള നേരത്തെ എസ് ക്ലാസ്സിൽ ഒരു സൈഡിലേക്കോ മറ്റു സൈഡിലേക്കോ തുറക്കാവുന്ന മൾട്ടിപ്പിളി തുറക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് ആണെങ്കിൽ ഇപ്പോൾ സെൻറ്ററിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ പുതിയൊരു കാര്യമുള്ള പുതിയ കീ ആണ്. ഈ പുതിയ കീ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. നേരത്തെ ഉണ്ടായിരുന്നേക്കാളും ബെറ്റർ കീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 കാര്യമാണ്. കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. നേരത്തെ വളരെ ലൈറ്റ് ആയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പ് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊരു യുണീക്ക് ഷേപ്പാണ്. പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. ക്രോം എലമെൻ്റ് എല്ലാം കൊടുത്ത് അട്രാക്റ്റീവ് ഉണ്ട്. എങ്കിലും പഴയ ആ കീൻ്റെ ഷേപ്പാണ് ഇന്നും എനിക്ക് ഫേവറേറ്റായി നിൽക്കുന്നത്. എനിവേ ഒരുപാട് ചാർജിങ് ഓപ്ഷൻസും അതുപോലെ തന്നെ USB-C ചാർജസിൽ വരുന്നുണ്ട്. ഈ സ്ക്രീനിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഫോൺ വയ്ക്കാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്ന ഡാഷിൻ്റെ ഫുൾ ത്രൂ ആയിട്ടുള്ള ഒരു വുഡ് ട്രിമ്മാണ്. അതിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡിൽ നിന്നും ഡോർ പാനലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അത് പുതുതായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതിന് ഈക്വലൻ്റ് ആയിട്ട് തന്നെ ഡോറിൻ്റെ മേലെയാണ് പുതിയ ലൈറ്റ് കൺട്രോൾ വരുന്നത്. നേരത്തെ താഴെ ആയിരുന്നു ഉണ്ടാവാറില്ല.
ഇവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പുതിയ സ്വിച്ചസ് ആണ് വിൻഡോസിനെല്ലാം വന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അലുമിനിയം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. പുറമേ ജസ്റ്ററിൽ അത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിററിലേക്ക് നോക്കിയാൽ അത് ആക്ടിവേറ്റ് ആവും. പിന്നെ നമ്മൾ ഏത് ദിശയിലേക്ക് അനക്കണം എന്നുള്ളൂ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാവും, തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കർട്ടൻ താവും. അങ്ങനത്തെ ജസ്റ്റ് കൺട്രോൾസ് ഉണ്ട്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ്. പുതിയ 2 സ്റ്റിയറിംഗ് വീലാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഒന്ന് AMG സ്റ്റിയറിംഗ് വീല്, അത് AMG ബോഡി ട്രിമ്മോട് കൂടി വരുമ്പം അങ്ങനെ വരും. അത് ഈ പറഞ്ഞ 2 സ്പോക്കോട് കൂടിയുള്ള 3 സ്പോക്ക് ഡിസൈനുള്ള ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ വന്നിരിക്കുന്ന പുതിയ സെലക്ഷൻ ലിവേഴ്സാണ്. ഗിയർ സെലക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വൈപ്പറെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കുറച്ചൊരു ഫ്ലിംസി ആയിട്ടുള്ള ഫീലുണ്ട്, പക്ഷേ ക്വാളിറ്റി നല്ലതാണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫീലുള്ളത്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും സ്റ്റിയറിങ്ങിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സ്ക്രീൻ, ടാബ്ലറ്റ് പോലെ സ്ക്രീൻ. ഈ സ്ക്രീൻ ഇവിടെ നിൽക്കുന്നതല്ല അട്രാക്റ്റീവ് എന്ന് വരുന്നത്. ഇതിലൊരു ഓപ്ഷനായിട്ട് 3D ഫീച്ചർ ഉണ്ട്. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ടച്ച് ചെയ്താൽ 3D ഫീൽ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ്, ചിരിയെല്ലാം വരുന്ന രീതിയിലുള്ള ഫീലുള്ള. കാരണം നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം ഒരു 3D ഫീലിലുള്ള, ഇപ്പം ഞാൻ നാവിഗേഷനാണ് വെച്ചിരിക്കുന്നത്, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. അതുപോലെ തന്നെ മീറ്റർ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതിൽ പല രീതിയിലുള്ള സെറ്റിങ്സും വെക്കാം, പല രീതിയിലുള്ള ലേ ഔട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അത് പ്രോഗ്രസീവ് എല്ലാം ഉണ്ട്. അത് ശരിക്കും ഉള്ളോട്ട് പോകുന്ന രീതിയിലുള്ളത്. പിന്നെ ക്ലാസിക് ഉണ്ട്. ക്ലാസിക് നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനാണ്, പക്ഷേ അതിൽ മീറ്റർ പൊങ്ങി നിൽക്കും. അതിൻ്റെ ബാക്കിലുള്ള റീഡിംഗ് എല്ലാം ഒരു ലെയർ അപ്പുറം നിൽക്കുന്ന രീതിയിലുള്ള, ഏകദേശം ഒരു 10 മീറ്റർ അങ്ങോട്ട് നിൽക്കുന്ന ഫീൽ അതിൽ കിട്ടുന്നത്. ഇത് ക്യാമറയിൽ കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, നിങ്ങൾ നേരിട്ട് കാണണം. 2 സെൻസ് ചെയ്യുന്ന റെഡ് ലൈറ്റ്സ് വരുന്ന കാണാൻ പറ്റും. അത് നമ്മളെ കണ്ണിനെ സെൻസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതെന്തായാലും ക്യാമറ കണ്ണിൽ ഏതായാലും പതിയില്ല, 2 കണ്ണുകളുണ്ടെങ്കിലേ പതിയുള്ളൂ. എനിവേ അത് വളരെ അട്രാക്റ്റീവ് ഫീച്ചറാണ്. അതിൻ്റെ പുറമെ സാധാരണ മെർസിഡീസിൽ നമുക്ക് അറിയാവുന്നതാണ്, ഈ സ്ക്രീനെല്ലാം ഈ ഒരു ബട്ടണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് റേഡിയോ ആണെങ്കിലും നാവിഗേഷൻ ആണെങ്കിലും ഈവൻ ട്രിപ്പ് മീറ്റേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അത് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കാര്യങ്ങളാണ്, അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീന് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അത് ടച്ചായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. വോയിസ് കമാൻഡിലുണ്ട്. അതിൻ്റെ പുറമെ ഇതിൽ വന്നിരിക്കുന്ന നമുക്ക് പേഴ്സണൽ ഡാറ്റ ഫീച്ചർ ഉണ്ട്. അതെന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ കാർ ഞാൻ സ്വന്തം ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് എൻ്റെ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 3 രീതിയിൽ, ആക്ച്വലി 4 രീതിയിൽ അത് സെറ്റ് ചെയ്യാം. ഒന്ന്, ഇവിടെ ഒരു ടച്ച് ഫംഗ്ഷൻ ഉണ്ട്. ടച്ചിൽ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെൻസ് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇതിൽ ലോക്ക് ഉണ്ട്. അതിൽ നമുക്ക് എന്താ നമ്പർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് വോയിസ് കൺട്രോളാണ്. നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. നാലാമത്തതാണ് ഏറ്റവും അട്രാക്റ്റീവ്. നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ക്യാമറ നമ്മളെ സെൻസ് ചെയ്ത് നമ്മൾ ഫേസ് മനസ്സിലാക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകും. അതിൽ നമുക്ക് നമ്മളെ സെറ്റിംഗ്, സീറ്റിംഗ് ആണെങ്കിലും പ്രിഫേർഡ് ആയിട്ടുള്ള വോയിസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെ ഓണറെങ്കിൽ ഞാൻ അത് കയറി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കാർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിഷ് ചെയ്യും, ഹലോ ഹാനി എന്ന് പറയും, MBUX. പിന്നെ ഞാൻ ഐ ആം റെഡി ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെർട്ടിക്കുലർ റൂട്ട് എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാവിഗേഷൻ ഓണാവും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഓണാവും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഒറ്റയടിക്ക് അത് ചെയ്യും. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ അട്രാക്റ്റീവായി ചെയ്യുന്നുണ്ട്. അതിലെനിക്കൊന്ന് മനസ്സിലായുള്ളത്, ഗ്രാഫിക് ലെവൽ വളരെയധികം കൂടിയുണ്ട്. ടച്ച് ഫങ്ഷനിങ് വളരെ എഫക്റ്റീവാണ്. തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഫങ്ഷനിങ് ആവും. ഇതിലും തന്നെ ഒരു 3D ഫീൽഡ്. ഇപ്പോൾ മാപ്പ് 3D മാറ്റി കഴിഞ്ഞാൽ സാധാരണ മാപ്പാവും. 3D ഓണായി കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന മാപ്പിൻ്റെ ഒരു ഡിസൈൻ അട്രാക്റ്റീവാണ്. ഇതിലിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടൽ, ഇപ്പം നമ്മളിവിടെ ഇന്നിപ്പം ഷൂട്ട് ചെയ്യുന്ന ഈ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. അവരോട് പ്രത്യേകിച്ച് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, എഴുതി കാണിച്ചിരുന്നു. അപ്പോൾ ആ ബിൽഡിംഗ് എല്ലാം അങ്ങനെ തന്നെ കാണിക്കുന്ന രീതിയിൽ 3D ഫീലുണ്ട്. സൂപ്പർ അട്രാക്റ്റീവാണ്. പിന്നെ എനർജൈസിങ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഞാൻ തുടക്കത്തിൽ ഉറങ്ങിപ്പോയത് കാണിച്ചത്. അതിൻ്റെ ഒരു കാര്യം വളരെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത് നമ്മളൊരു പരസ്യം ഉണ്ടായിരുന്നു മെർസിഡീസിൻ്റെ ലാസ്റ്റ് ജനറേഷൻ 222-ൽ. ഒരു സിംഹത്തിൻ്റെ തലയായിട്ടുള്ള ഒരു അയാൾ ഓഫീസിൽ നിന്ന് വളരെ ദേഷ്യമെല്ലാം പിടിച്ചു, വളരെ വലിയ ബിസിനസ് മാനാണ്, ദേഷ്യമെല്ലാം പിടിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ എനർജൈസിങ് ഫീച്ചർ ഓണായി കഴിഞ്ഞപ്പം പുള്ളി തണുത്തു, കൂളായിട്ട് വീട്ടിലെത്തി. ഇതിൽ പല ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യാം. ആക്ച്വലി എനർജൈസിങ് കംഫർട്ട് എന്ന് പറഞ്ഞ ഫീച്ചറാണ് ഇതിൻ്റെ പേര്. അത് സെലക്ട് ചെയ്താൽ റിഫ്രഷ് ഉണ്ട്, വാം ഉണ്ട്, വൈറ്റാലിറ്റി ഉണ്ട്, ജോയ് ഉണ്ട്, വെൽബീയിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, ഇങ്ങനെ പലതുണ്ട്. അത് നമ്മൾ പ്ലസ് ചെയ്ത് ഓണായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മ്യൂസിക്കും അതിനനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചറും അതിനനുസരിച്ചിട്ടുള്ള ഫ്രേഗ്രൻറ്റും, ഇതിൽ ഫ്രേഗ്രൻറ്റ് വരുന്നുണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്യാം. അതായത് പെർഫ്യൂം വരുന്നുണ്ട്. അതും അതിനനുസരിച്ച് സീറ്റ് കൂളിങ്ങും മസാജിങ്ങും കൂടെ ഒരുമിച്ച് നടക്കും. നേരത്തെ ഞാൻ അത് ആക്ട് ചെയ്താണെങ്കിൽ ലിറ്ററലി ഇതിൽ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ ടയർഡായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ പുറത്ത് വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരുന്നിട്ട് ഇത് ഓണാക്കി വെച്ചാണ്.
ഒരു 5 മിനിറ്റ് ഞാൻ ശരിക്കും നല്ലൊരു നാപ്പ് എടുത്ത്. എക്സാജറേഷൻ അല്ല, ശരിക്കും പറഞ്ഞതാണ്. സോ റിയൽ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മസാജ് തന്നെ ഒരുപാട് മസാജുകൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏകദേശം 12ഓളം മസാജ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഫ്രണ്ട് 2 സീറ്റും റെയർ 2 സീറ്റിലും വരുന്നുണ്ട്. ഇങ്ങനെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു കാറാണ് പുതിയ എസ് ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പെർഫ്യൂം എന്ന് പറയുന്നത് ഇവിടെ ഡാഷ്ബോർഡിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ട്. ഇത് ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ബാംബൂ മൂഡാണ്. യെസ്, ഈ ഒരു ഫ്രേഗ്രൻ്റ് ആയിരുന്നു ഇതിൽ വന്നിരുന്നത്. ഇപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓക്ക് വുഡ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പല ഇതുണ്ട്. ഞാൻ ഒരു തവണ ഓക്ക് വുഡ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അന്ന് കഴിഞ്ഞ നമ്മൾ ബീസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിൽ മാബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്യാനെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് എ സിയിലൂടെ വരും. എനർജൈസിങ് ഫീച്ചറിൽ ഓണാക്കിയാൽ അത് വരും. ഇത്രയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ എന്നെ ഞെട്ടിച്ചൊരു സംഗതി ഇതിൽ ബർമസ്റ്റിൻ്റെ 4D സൗണ്ട് സിസ്റ്റമാണ്. 4D എന്ന് പറയുന്ന സൗണ്ട് സിസ്റ്റമാണ്. 32 സ്പീക്കറാണ് ഇതിലുള്ളത്. ഇവിടെ പുറമെ കുറച്ച് സ്പീക്കർ കാണാം. ഈ 2 ട്വീറ്റർ തിരിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ബർമസ്റ്റിൻ്റെ ഒരു വലിയൊരു സ്പീക്കർ കാണാം. ബൂട്ടിൽ സബ് വൂഫർ ഉണ്ട്. ഇതിൻ്റെ പുറമെ സീറ്റിൻ്റെ ഉള്ളിലെല്ലാം സബ് വൂഫേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം അത് ഫീൽ ചെയ്താൽ തന്നെ മനസ്സിലാവും. അത് സ്വിച്ച് ഓണാക്കി നമ്മൾ ഏതെങ്കിലും മ്യൂസിക് ഓണാക്കി ആ ബീറ്റെല്ലാം അനുസരിച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് ശരിക്കും നമുക്ക് ബീറ്റ് തരും. അപ്പോൾ ശരിക്കും ഒരു 4D എഫക്റ്റ്. പുറത്ത് സൗണ്ട് കേൾക്കുന്നു, ഈ ഒരു ഫീലെല്ലാം ഉള്ളിൽ നിന്നും നമുക്ക് ചെറിയൊരു പുഷും കാര്യം വരും. റിയലി എക്സൈറ്റിംഗ് ഫീച്ചർ. അത് 4 സീറ്റിനും വരുന്നുണ്ട്. സോ ഇത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു കാറാണ് പുതിയ എസ് ക്ലാസ്. അത് തന്നെയാണ് ഇതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കി നിർത്തുന്നത്. വേൾഡ് കാർ ഓഫ് ദി ഇയറിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പം ഉള്ള ക്രൈറ്റീരിയാസിലെല്ലാം തന്നെ വന്നിരുന്നത് ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉള്ളൊരു കാർ എന്നുള്ള. അതിന് പുറമെ ഇതിൻ്റെ ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് അമേസിംഗ് ആണ്. അതുപോലെ തന്നെ ഈ വുഡ് ട്രിമും ഓപ്ഷൻസും എല്ലാം തന്നെ അട്രാക്റ്റീവാണ്. പിന്നെ ഈ ഒരു പില്ലോ, ഇത് നേരത്തെ റിയർ സീറ്റിൽ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കുഷനി ഫീലുള്ള പില്ലോ ആണ്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. ഇതെല്ലാം പുതിയൊരു ബട്ടണിലാണ് വന്നിരിക്കുന്നത്. ടച്ച് രീതിയിലാണുള്ളത്. നേരത്തെ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ല. അത് ചിലർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ടില്ല. പക്ഷേ സീറ്റ് സപ്പോർട്ട് അമേസിംഗ് ആണ്. സൈൽ ബോൾസ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം നേരത്തെ ഉള്ള ഫീച്ചേഴ്സാണ്. പിന്നെ കൂളിങ്ങും ഹീറ്റിംഗ് എല്ലാം വരുന്നുണ്ട്. നല്ല തായ് സപ്പോർട്ട് ഉണ്ട്. ഇത്രയുമാണ് ഫ്രണ്ട് ഫീച്ചേഴ്സിൽ എനിക്ക് നിർത്താതെ പറയാൻ പറ്റുന്നത്. അമേസിംഗ് ആണ്. 2 ഡ്രോബാക്സ് ഞാൻ പറയാം. ഒന്ന്, ഫുൾ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫോണിൽ ഉപയോഗിക്കുന്നവർ ടച്ച് ചെയ്യുമ്പം ഇതിൽ ഒരുപാട് കൈയിൻ്റെ അടയാളങ്ങൾ വരും. പിന്നെ രണ്ടാമത്തെ കാര്യമുള്ളത്, ഈ ഒരു 4Dൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ലോ സൗണ്ടിലാകുമ്പം ആ ഒരു സബ് വൂഫറിൻ്റെ ഒരു ജാറിങ് ഫീൽ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് സൗണ്ടിനേക്കാളും തോന്നുന്ന രീതിയിലുണ്ട്. അപ്പോൾ കുറച്ച് ഹൈ വോളിയിൽ വെച്ചാൽ മാത്രമാണ് 4D ഫീൽ ശരിക്കും ലഭിക്കുന്നത്. ഏത് ജനറേഷൻ എസ് ക്ലാസ് എടുത്താലും നമുക്കറിയാം എസ് ക്ലാസിൻ്റെ ഒരു മോസ്റ്റ് പ്രോമിനൻറ്റ് സീറ്റ് റിയറിലാണ്. ഡ്രൈവറുടെ ഓപ്പോസിറ്റുള്ള സീറ്റായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എസ് ക്ലാസ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പം റിയർ സീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന കാറുകൾ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും വളരെ ദുർലഭമാണ്. അതിൽ എന്തായാലും എസ് ക്ലാസ് ഉള്ളും റിയർ സീറ്റ് ഇത്രയും കോൺസെൻട്രേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ സാധാരണ മറ്റുള്ള ലക്ഷറി കാർസ് എല്ലാം തന്നെ ഷോർട്ട് വീൽ ബേസ് നിർമ്മിച്ചിട്ടാണ് ലോങ് വീൽ ബേസിലേക്ക് പോകാറുള്ളത്. എന്നാൽ എസ് ക്ലാസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈവൻ 222 ആണെങ്കിലും ലോങ് വീൽ ബേസ് സെറ്റ് ചെയ്തിട്ടാണ് ഷോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയർ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. ഒന്നാമത് പുതിയ 223-ലെ റിയർ ഇൻറ്റീരിയർ സ്പേസ് കൂടിയുണ്ട്. സീറ്റെല്ലാം തന്നെ കൂടെ ഒരു സ്ലിമ്മർ ആക്കിയിട്ടുണ്ട്. ഈവൻ ദോ വലിയ സീറ്റായി തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് ഒരു ചെത്തി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഫ്രണ്ടിൽ നേരത്തെ ഞാനും നന്ദും അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സുഹൃത്തും വന്നപ്പോഴും എല്ലാം സെറ്റ് ചെയ്ത് അതേ പൊസിഷനിലാണ്. ഇത് ഇത്ര ഇരുന്നിട്ട് തന്നെ എനിക്ക് ഇത്രയും നീ റൂമുണ്ട്, ഹെഡ് റൂം ഒരുപാടുണ്ട്. സീറ്റും മുമ്പത്തെക്കാളും അത്ര ലോ അല്ല, കുറച്ച് പൊങ്ങിയിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ട് ഇനഫ് മോർ കിട്ടുന്നുണ്ട്. നല്ല ബാക്ക് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പില്ലോനെ കുറിച്ച് ഞാൻ പറയേണ്ട, ഇത് ഫെദർ പില്ലോസ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോ ആണ്. ഇത്രയുമാണ് സീറ്റിൽ വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നുള്ളത് മെയിൻലി ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഷോഫർ പാക്കേജ് വരുന്നുണ്ട്. അത് നേരത്തെ ഉള്ള പോലെ ഇപ്പം ഒരു ടച്ച് ചെയ്ത് വിട്ടാൽ തന്നെ ഫ്രണ്ട് സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ആവും. അത് ഫുൾ പ്രവർത്തനം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആവില്ല, കാരണം അതിൻ്റെ അലൈൻമെൻറ്റെല്ലാം കറക്റ്റ് ചെയ്ത് പോകാനുള്ളതുകൊണ്ട് അത്രയും ഫാസ്റ്റ് ആവില്ല. പക്ഷേ പ്രവർത്തനം കുറച്ചുകൂടിയും നേരത്തേക്കാളും സ്പീഡിൽ വരുന്നുണ്ട്. അത്രയും സീറ്റ് ഫ്രണ്ടിലേക്ക് പോയി, ഹെഡ് റെസ്റ്റ് ഫോൾഡായി. പിന്നെ ഈ സീറ്റ് ഇളകാൻ തുടങ്ങി. ആ സീറ്റ് വീണ്ടും മുന്നോട്ട് പോയി. ഈ ഒരു സമയം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ഏത് കാറിലാണെങ്കിൽ അങ്ങനെ തന്നെയാണുള്ളത്. ഇത്രയും ഈ സീറ്റ് ഫോൾഡായി റിക്ലൈൻ ആയി വന്നു. ഞാൻ വീണ്ടും താന്ന് പോകുന്നുണ്ട്. കഫ് സപ്പോർട്ട് പൊങ്ങുന്നുണ്ട്. കഫ് സപ്പോർട്ട് പൊങ്ങി. അപ്പം എൻ്റെ കാല് അവിടെ തട്ടാതെ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ട്.
വീണ്ടും ഫൂട്ട് റെസ്റ്റും കൂടെ പുറത്ത് വന്നു. ഇങ്ങനെ വയ്ക്കാം. ഷൂ ഊരിയിട്ട് വെക്കുന്നതാണ് ഉത്തമം, എന്നാലും ചളിയാവാതിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുന്നു. എന്നാലും സ്ട്രെസ് ചെയ്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാഫ് സപ്പോർട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ തൈ സപ്പോർട്ടുണ്ട്, അതുപോലെ ഫുഡ് സപ്പോർട്ടുണ്ട്. ശരിക്കും ഉറങ്ങിപ്പോവാം. ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിലുള്ള പോലെയുള്ളൊരു സീറ്റ് അറേഞ്ച്മെൻറ്റാണ് ഉള്ളത്. പക്ക ഫ്ലാറ്റ് ബെഡ് ആവുന്നില്ല എന്നുള്ളൂ, പക്ഷേ അല്ലാതെ തന്നെ എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും വന്നിട്ടുണ്ട്. ടച്ച് ഓഫ് എ ബട്ടണാണുള്ളത്. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റും കൂടെ താത്തി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ തുടക്കത്തിലുള്ള ഉറക്കം ഇങ്ങനെ ഉറങ്ങാൻ പറ്റും. ഓക്കെ, ബാക്ക് ടു ദ പൊസിഷൻ. അതും നേരത്തെ ഉള്ള പോലെയല്ല, ഇപ്പോൾ ഒരു ടച്ചിൽ തന്നെ എല്ലാം ഫങ്ഷൻ ചെയ്യും. ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ആ സീറ്റ് അങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കുമ്പം ഡ്രൈവറിന് ഫ്രണ്ട് ലെഫ്റ്റിലെ വ്യൂ കട്ടാവുന്നുണ്ട് മിററിൽ. നേരത്തെ 222-ൽ അത് ഹെഡ് റെസ്റ്റ് കൊണ്ടാണ് അത് കട്ടാവുന്നത്. അപ്പോൾ നേരത്തെ 222-ലെ ഹെഡ് റെസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാമായിരുന്നു. ഇപ്പോൾ ഉള്ള യൂണിറ്റിൽ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇനി അത് എക്സ്പേർട്സിനോട് ചോദിക്കണം. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ ഹാൻഡ് റെസ്റ്റ് താത്തി വെച്ച് കഴിഞ്ഞപ്പം കിട്ടുന്നത് ഇവിടെ ഒരു എജക്റ്റ് ചെയ്ത് വരുന്ന ഒരു സ്ക്രീനാണ്. ഇത് സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റാണ്. ഇതിൽ നമുക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനെല്ലാം കൺട്രോൾ ചെയ്യാം. അപ്പോൾ 5 സ്ക്രീനാണ് ബേസിക്കലി വരുന്നത്. ഫ്രണ്ടിൽ 2 സ്ക്രീന്, അതിന് പുറമെ 2 സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് സ്ക്രീനും ഇതിൻ്റെ ഒരു ഗുണം, ഇതിലെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഓരോ ഇൻഫോർടൈൻമെൻറ്റിലേക്ക് ഇടാൻ പറ്റും. ഇതിലൂടെ നമുക്ക് പല ഫീച്ചേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തുള്ള പോലെ MBUX ഫ്രണ്ടിലുള്ള പോലെ തന്നെ റിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് സംഗതി ഡ്രൈവറെ ഡിസ്റ്റർബ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ ഡീറ്റെയിൽ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ഫീച്ചറിൽ ഇതിൽ ഗ്രാബ് ചെയ്ത് ഇടാവുന്ന ഒരു ഫീച്ചറുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നമ്മളൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ മാപ്പോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഗ്രാബ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ സ്ക്രീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവറിന് ആ സ്ക്രീന് അവിടെ തന്നെ പ്ലേ ചെയ്യും. അങ്ങനെയുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡ്രൈവറിന് ഒരു ഇൻഫർമേഷൻ കോളോ ഒന്ന് മെസ്സേജ് ഒന്നും ഇങ്ങോട്ട് ഗ്രാബ് ചെയ്തിട്ട് തന്നെ പറ്റും. ഏത് സ്ക്രീനിലേക്ക് ഇടാമെന്ന് പറ്റിയുള്ള രീതിയിലുള്ള അതും ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ആൻഡ്രസ്റ്റിലാണ്. ആൻഡ്രസ്റ്റിന് പുറമെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. സാധാരണ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഒരു സപ്പോർട്ട് കിട്ടും. ഇവിടെ ഒരു പോർഷൻ വരുന്നത് ഹെഡ് റെസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിവർത്തി വെച്ചാൽ ഇവിടെ സീറ്റ് ഫോം ഉണ്ട്. പക്ഷേ ഈ ഒരു സീറ്റ് ആർക്കും ഇരിക്കാൻ നല്ലതല്ല. കുട്ടികൾക്കാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒരു അത്രയും വലിയ ട്രാൻസ്മിഷൻ ടണലാണ് വരുന്നത്. ഇവിടെ എയർ വെൻ്റ് ഉണ്ട്, AC ൻ്റെ, അതെല്ലാം ടച്ച് ഫംഗ്ഷൻ വരുന്നുണ്ട്. നല്ല എഫക്റ്റീവ് AC ആണ്. തുറന്നു കഴിഞ്ഞാൽ 2 USB-C ചാർജറും 2 HDMI പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ സ്ട്രീം ചെയ്യുന്ന എന്തെങ്കിലും ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സോ ആമസോണോ എല്ലാം കണ്ട് ട്രാവൽ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള. ഇനി ഇത് ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ എപ്പിസോഡ് നീണ്ടു പോകും. ഇൻറ്റീരിയർ പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് എസ് ക്ലാസിൻ്റെ റിയർ പോർഷൻ എന്നുള്ളത്. ഇനി ഞാൻ അതിൽ ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ട്രാവലിനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നും എസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫ്ലോട്ടി മാജിക് കാർപ്പറ്റ് ലൈക്ക് കുഷനി റൈഡ് എന്നുള്ള. അത് പുതിയ എസ് ക്ലാസ്സിലും റീറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞൂടെ ശരിക്കും അത് ഒരു ലെവലും കൂടെ മേലേക്ക് പോയെന്ന് പറയാൻ. കാരണം നമുക്കറിയാം ഇതിൽ വന്നിരിക്കുന്ന 20 ഇഞ്ച് വീലാണെന്ന്. 20 ഇഞ്ച് വീലാണെങ്കിൽ ലോ പ്രൊഫൈൽ ടയർ ആകുമ്പോൾ കുറച്ച് ഹാഷ്നെസ് എന്തായാലും ഉണ്ടാവും. അത് എവിടെയെങ്കിലും വളരെ വലിയ ഒരു വെട്ടോ അല്ലെങ്കിൽ പൊളിയോ എല്ലാം ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ അറിയുന്നുണ്ട്. അല്ലാത്ത സമയത്ത് എല്ലാം തന്നെ ശരിക്കും വളരെ ഫ്ലോട്ടി ഫീലായിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഇതിലുള്ളത്. എക്സാജറേഷൻ ഒന്നുമല്ല, എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്. അത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം പലരും ഞാൻ കണ്ടു ചിലപ്പം പല മോഡുകൾ സെലക്ട് ചെയ്താൽ മാറും എന്നെല്ലാം പറയാം. പക്ഷേ മോഡുകൾ മാറുന്നുണ്ട്, സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലോട്ടി ഡാമ്പ് ഇല്ലാത്ത നേച്ചർ എല്ലാത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. പിന്നെ സീറ്റിംഗ് ആണ്. എസ് ക്ലാസ്സിൻ്റെ യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു സീറ്റിംഗ് ഒരു പോസ്ചറാണത്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ പോലും കുറച്ച് ലോ ആയിട്ടാണ് സീറ്റുള്ളത്. പക്ഷേ എസ് ക്ലാസ് കുറച്ചൊന്ന് റേസ് ചെയ്തിട്ടുള്ളത്, ഇതിൽ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കുഷൻ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പോകുമ്പോഴുള്ളൊരു ഫീല് ശരിക്കും നല്ല റിലാക്സിങ് ഫീലാണ്. നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൽ ആ എനർജൈസിങ് സിസ്റ്റം ഉണ്ട്. അതെല്ലാം ശരിക്കും ഇവിടെ ശരിക്കും ടയേർഡായിട്ടുള്ള ദിവസമെല്ലാം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അത്യാവശ്യം ടയേർഡാണ്. ഈ പറഞ്ഞ പോലെ ബാക്കിൽ മസാജും കൂളിംഗ് എല്ലാം തന്നെ ഇവിടെ ഒരു ബട്ടണിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു അൺലോക്കിംഗ് ബട്ടൺ ഫ്രണ്ടിലിരിക്കും, കുറച്ച് മുന്നോട്ടിരിക്കുകയാണ്, കുറച്ച് നമ്മൾ കൈൻ്റെ ബാക്കിലാണെന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ സോർട്ടഡ് ആണ്. പിന്നെ ഈ അറോമ ഫീൽ വരുന്നൊരു സ്മെല്ല്, അത് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നും പറയാനില്ല, ചിലർക്ക് ചില സ്മെല്ല് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇതിലുണ്ടായിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു മസ്കും ഇന്നിപ്പോൾ ഉള്ള ആ ഒരു വുഡ് ഫീലും എല്ലാം തന്നെ നല്ലൊരു അറോമിക് ഫീലുള്ള. എനിക്ക് പറയാനുള്ളത് അക്യൂസ്റ്റിക്സ് ആണ്. സൗണ്ട് നേരത്തെ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴും കാര്യമെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഫീൽ എന്ന് പറയുമ്പോൾ കുറേ എലമെൻറ്റ്സ് കൂടുന്നുണ്ട്. അതിലൊന്നാണ് റോഡും ടയറും തമ്മിലുണ്ടാകുമ്പോഴുള്ള റോഡ് നോയ്സ്, അതുപോലെ തന്നെ വിൻഡ് നോയ്സ്.
പിന്നെ എൻജിൻ എന്നുള്ള നോയ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സോർട്ടഡ് ആണ്. വിൻ നോയ്സ് ഇത്രയും എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു കാർ, അതായത് 0.2 സംതിങ് ആണ് വരുന്നത്, വിച്ച് ഇസ് വെരി ലെസ്. ഇപ്പം പുതിയ എ ക്ലാസ് സിഡാനാണ് ഏറ്റവും എയറോഡൈനാമിക് പ്രൊഡക്ഷൻ കാർ ഉള്ളത്. അതിൻ്റെ ശേഷം റീസെൻ്റ്ലി ടെസ്ല അത് ഓവർടേക്കുന്നത് 0.01 ഒരു ശതമാനത്തിൽ. പക്ഷേ എന്നാൽ എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കാറ് ആയിട്ട് കൂടെ അത് എ ക്ലാസ്സിന് തൊട്ട് മേലെ നിൽക്കുന്നത്. സോ അതൊരു അടിപൊളി കാര്യമായിട്ടാണ് ചെയ്തത്. ഇതിൽ വന്നിരിക്കുന്ന സൗണ്ട് സിസ്റ്റം, എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം തന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഇതിൻ്റെ ഒരു റിയർ പോർഷൻ ഞാൻ തുടക്കത്തിൽ കാണിച്ചത് ഒരു ഡ്രമാറ്റിക് ആണെങ്കിൽ കൂടി ആ ഒരു എക്സ്പീരിയൻസ് റിയലി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണുള്ളത്. വിച്ച് ഇസ് ട്രൂ നന്ദു, റൈറ്റ്? നന്ദു ആണ് ഇന്ന് ഏറ്റവും അധികം ഇതിൽ ബാക്കിലിരുന്ന് ഉറങ്ങിയ ആൾ. അപ്പോൾ അതുകൊണ്ട് നന്ദുവിന് അത് പറയാൻ പറ്റും. ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് അഭിനയത്തിന് വേണ്ടിയിട്ട് ഉറങ്ങിയതേ ഉള്ളൂ ബാക്കിൽ. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നേരത്തെ ഇപ്പോൾ പാർക്ക് ചെയ്ത സമയത്ത് ഉറങ്ങി. പക്ഷേ നന്ദു ബാക്കിലിരുന്ന് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്ദു ഇനി എനിക്ക് ഓത്താ ഓടിക്കാൻ. സോ ഐ വിൽ ഡ്രൈവ്. സേഫ്റ്റി ഫസ്റ്റ്. ചില കാറുകൾ അല്ലെ ചില എക്സ്പീരിയൻസ് നമുക്കറിയാതെ തന്നെ ചിരി മുഖത്ത് കൊണ്ടുവരും. അത് പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ആവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചില വണ്ടികൾ എപ്പോഴും ഒരു ചിരി കൊണ്ടുവരുന്നുണ്ട്. അത് ചില വണ്ടികൾ ചില ജനറേഷനിലുണ്ടെങ്കിൽ മറ്റു ജനറേഷനിൽ ഇല്ലാതിരിക്കാറുണ്ട്. ത്രൂ ഔട്ട് എല്ലാ ജനറേഷനിലും ഈ ചിരി കൊണ്ടുവന്നിരുന്ന ഒരു കാർ തന്നെയാണ് മെർസിഡീസ് എസ് ക്ലാസ്. അതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഓടിക്കുന്ന എസ് ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി ചെറിയൊരു ഡ്രൈവാണ്. അത് എസ് ക്ലാസ് ഓടിക്കാനുള്ള ആഗ്രഹം മൂത്തിട്ട് ഓടിക്കുന്ന ഫസ്റ്റ് ഡ്രൈവ് 220 അതായത് 220 എന്ന് പറയുന്ന ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് തുടക്കം ന്യൂ ജനറേഷൻ ആയിട്ട് വന്നിരുന്ന എസ് ക്ലാസ് ആയിരുന്നു. ഇൻഫാക്ട് ഇതൊരു 7th ജനറേഷൻ എസ് ക്ലാസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും മെർസിഡീസ് എന്ന പേരോടുകൂടി ഡാംലറോ അല്ലെങ്കിൽ കാൾ ബെൻസോ വണ്ടി നിർമ്മിക്കാൻ തുടങ്ങിയ മുതൽ തന്നെ മെർസിഡീസ് എസ് ക്ലാസ് ഉണ്ട്. കാരണം മെർസിഡീസ് ആ പേര് വന്ന് പലർക്കും അറിയായിരിക്കും. എമിലി എല്ലീനക് എന്ന് പറയുന്ന ഓസ്ട്രിയൻ ബിസിനസ്സുകാരനാണ് അയാളുടെ മകളുടെ പേരായിട്ട് മെർസിഡീസ് എന്നിട്ടുള്ള ആ ചരിത്രം ഞാൻ ഇപ്പം പറയുന്നില്ല. അന്ന് ആ ഫസ്റ്റ് പുള്ളി ചെയ്തിരുന്ന വണ്ടിയെ പോലും എസ് ക്ലാസ് ആയിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ലക്ഷറി വെഹിക്കിൾ. അതാണ് ആക്ച്വലി ഫോർ ഫാദർ ഓഫ് എസ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ അത് 7 അതിനേക്കാളേറെ കുറേ ജനറേഷനായി. എസ് ക്ലാസിൻ്റെ റേഞ്ചിൽ ഒരുപാട് ഐക്കോണിക് മോഡലുകളുണ്ട്. 600 പുൾമാൻ, 220S. അങ്ങനെ വന്ന് നോക്കുമ്പം ഇന്നിപ്പം നമ്മൾ ഇരിക്കുന്ന ഈ പുതിയ ജനറേഷൻ എസ് ക്ലാസിൻ്റെ തൊട്ട് മുന്നേ വന്ന 220 വാസ് എൻ ഐക്കോണിക് മോഡൽ ഫോർ ഷുവർ. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് ക്യാരി ചെയ്യുന്ന വെഹിക്കിളാണ് ഇത് എന്ന് പറയുമ്പം അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം മെർസിഡീസ് ബെൻസിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് പുതിയ രീതിയിലുള്ള ഒരു എസ് ക്ലാസ് ആയിട്ടാണ് ഈ എസ് ക്ലാസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂ ജനറേഷൻ എസ് ക്ലാസ്, അതായത് മെർസിഡീസ് ബെൻസ് മോഡേൺ ലക്ഷറി എന്നാണ് ഇപ്പോഴത്തെ കാറുകളെ അവരുടെ ഫിലോസഫിനെ കുറിച്ച് തന്നെ പറയുന്നത്. മോഡേൺ ലക്ഷറി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം മോഡേൺ ആയിട്ട് നമ്മളുള്ള ആളുകൾക്കെല്ലാം തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ ലക്ഷറിയാണ് കൂടുതലുള്ളത്. ഒരു കാലത്ത് അത് ഭയങ്കര എസ്തെറ്റിക്സ് ആയിരുന്നു ലക്ഷറീൻ്റെ ഭാഗം. ഒരു കാലത്ത് അത് ആഡംബരപൂർവ്വമായിട്ടുള്ള ഡ്രസ്സിങ്, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ലക്ഷറി ഫോം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ടെക്കാണ് ലക്ഷറി. ഇന്നത്തെ ടെക്കുകളാണ് ലക്ഷറീൻ്റെ ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എസ് ക്ലാസ് ഒരു ടെക് ഫെസ്റ്റ് ആണ് എന്ന് പറയാം. ഞാൻ ഇത്രയും സമയം കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ ഫീച്ചർ ഇതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും ടെക് ലോഡർ ആയിട്ടുള്ളൊരു കാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ എസ് ക്ലാസ് ഫീൽ ചെയ്യുമ്പോഴും എനിക്ക് ആ ചിരി ഇങ്ങനെ വരികയാണ്. ആ ചിരി വരുന്നത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ചിരി. അത് ഇന്നൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇത് ഡെലിവറി എടുത്തു, വൈകിട്ട് ആണ് ഡെലിവറി കിട്ടിയത്. ഓഫ് കോഴ്സ് മാഡം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ വണ്ടി ഡെലിവറി എടുത്തു. ഫസ്റ്റ് ആ സൈറ്റ് ഇന്ത്യയിൽ നിന്ന് കാണുന്നത് ഡെലിവറി എടുക്കുമ്പോഴാണ്. ഞാൻ ദുബായിൽ നിന്നും ആണ് ഫസ്റ്റ് കണ്ടത്. അപ്പം അന്നും ഇന്നലെ കിട്ടിയ ചിരി അതുപോലെ തന്നെ നമ്മൾ രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. ഈ പറയുന്ന തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ മൂവി പാട്ടിൽ രാത്രിയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം ആ സമയത്തെല്ലാം നമ്മൾ നൈറ്റ് ഔട്ട് ഷൂട്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ആ ചിരി ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 20 hours-ആയി ഈ കാറിൻ്റെ കൂടെ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ 24 hours ആവും. 24 hours നമ്മുടെ അടുത്ത് ഈ വണ്ടി എന്തായാലും ഉണ്ടാവും. സോ
ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ ടു സേ. മെർസിഡീസ് ബെൻസ് എസ് ക്ലാസ് എന്ന് പറയുമ്പം ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിലും എല്ലാം തന്നെ അതിലൊറ്റൊരു വാക്ക് പറയണമെങ്കിൽ എഫേർട്ട്ലെസ് എന്ന് വേണം പറയാൻ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള എഫേർട്ട്ലെസ്നെസ് ഉണ്ട്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴുള്ള എഫേർട്ട്ലെസ്നെസ് ഉണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ ജനറേഷൻ ആകുമ്പോഴും എല്ലാം തന്നെ കോമൺലി ഉണ്ടായിരുന്ന ഒരു കാര്യം, നമ്മൾ വളരെ റിലാക്സ്ഡ് ആവുന്നുണ്ട് ഈ കാർ ഓടിക്കുമ്പോൾ. ഓക്കെ ഫൈൻ, താങ്ക് യു. ഹായ് മെർസിഡീസ്. How can I help? Mute the navigation. I have switched off the driving recommendations. Thank you. So MBUXൻ്റെ പ്രോപ്പർലി വർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതിപ്പം ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന വേർഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് അപ്ഡേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എസ് ക്ലാസിൻ്റെ ആ റിലാക്സ് നേച്ചറാണ്, റിലാക്സ്നെസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കിലിരുന്ന് റിലാക്സ് ചെയ്തൊരു ഫീൽ ഉണ്ട്. അത് ഞാൻ ഓടിക്കാതെ തന്നെ റിലാക്സ് ആവുന്നതാണ്. ശരിക്കും കംഫർട്ടബിളി ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയി ആ മസാജ് എൻജോയ് ചെയ്ത് അതൊരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ. ഇത് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ പൾസെല്ലാം കുറേ റിലാക്സ് ചെയ്ത് ഫീൽ ഉണ്ട്. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരാറുണ്ട്. ആ ഫീൽ ശരിക്കും ഞാൻ ചെയ്തു, വളരെ റിലാക്സ്ഡ്. ഞാൻ പോകുന്നത് ശരിക്കും പറയാം 80-ലാണ്, പക്ഷെ റിലാക്സ്ഡ്. ആ സ്പീഡൊന്നും ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ BP കൂടുന്നില്ല. സോ ഇതെല്ലാം തന്നെയല്ലേ എസ് ക്ലാസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് എന്നും നിന്നിട്ടുള്ളതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. യെസ്, അത് തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി. ഐ സ്റ്റിൽ ബീൻ റീറ്റെയിൻ വെരി വെൽ. അതിൽ ഞാൻ എന്തായാലും മെർസിഡീസിൻ്റെ എൻജിനീയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ടീമിനെ തന്നെ ഞാൻ ഹാറ്റ്സ് ഓഫ് പറയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എനിവേ ബാക്കി കാര്യങ്ങളാണ് അതിൽ ഞാൻ പെർഫോമൻസ്. സോ ഇത് ഡീസൽ മോഡലാണ്. അതിൻ്റെ പെർഫോമൻസ് കംഫർട്ട് മോഡലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. 0 to 100 5.1 സെക്കൻഡാണ് ക്ലെയിം ചെയ്യുന്നത്. ഇത് കംഫർട്ട് മോഡലാണ് ഞാൻ ഇട്ടുള്ളത്. സ്പോർട്ട് മോഡൽ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. എനിവേ ഇത്രയും റിഫൈൻഡ് ആണ് ഇതിൻ്റെ റൈഡും പെർഫോമൻസിലുള്ളത്. ഇതിൽ വന്നിരിക്കുന്നത് 3 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 330 HP ആണ് കരുത്ത്, 700 Nm ആണ് ടോർക്ക്, 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ പുറമെ ഇതിൽ ഫോമാറ്റിക് ഓയിൽ ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട്. അതും ഒരു അടിപൊളി ഫീച്ചറാണ്. സോ ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡൈനാമിക്കിൽ ഇവിടെ സ്പോർട്ട് പ്ലസ് എടുത്ത് ഞാൻ ഓ 80 to 140 വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് വന്നിട്ടുള്ളത്. എനിവേ നമുക്ക് അപ്പോൾ നിർത്തേണ്ട ഒരു സമയം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. സോ ഇതിൽ വന്നിരിക്കുന്ന GLSലെല്ലാം കണ്ടിട്ടുള്ള ആ 3 ലിറ്റർ എഞ്ചിൻ തന്നെ വളരെ റിഫൈൻഡ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഗിയർ ബോക്സും 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഗിയർ ബോക്സ് ആണ്. ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ളൊരു കാര്യം സ്പോർട്ട് പ്ലസ് മോഡിൽ എങ്ങനെ നമുക്ക് ഒരു ഡ്രാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇത്രയും വലിയൊരു പ്രീമിയം ലക്ഷറി കാർ ആണെങ്കിൽ കൂടി ഒരു സ്പോർട്ടി നേച്ചറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ത്രിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മൾട്ടിപ്പിൾ ക്യാരക്ടറുള്ളൊരു കാറാണ് ആക്ച്വലി എസ് ക്ലാസ് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് പൊളിക്കണമെങ്കിൽ ഇതേമാതിരി പൊളിക്കാം, അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോവാം. ഏത് രീതിയിലും ഓടിക്കാവുന്ന ഒരു കാറ് എന്നുള്ളത് തന്നെയാണ് എസ് ക്ലാസ്സിന് എന്നും എനിക്ക് ഫീൽ ചെയ്തത്. ലാസ്റ്റ് ജനറേഷൻ ആണെങ്കിലും വളരെ നല്ലൊരു ഡ്രൈവേഴ്സ് മെഷീൻ തന്നെയായിരുന്നു. അന്ന് സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള 7 സീരീസും 8 ഉണ്ടെങ്കിൽ കൂടി 222 സീരീസ് എന്തായാലും അതൊരു നല്ല ഡ്രൈവേഴ്സ് മെഷീനായിട്ട് തന്നെ പ്രൂവ് ചെയ്തൊരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേച്ചർ ഇതിലും ക്യാരി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ.
ഇതാണ് എസ് ക്ലാസ്. അപ്പോൾ ഈ ഒരു മോഡിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് കുറച്ച് സ്റ്റിഫായി, സസ്പെൻഷൻ സ്റ്റിഫായി, ശരിക്കും നല്ല കൺട്രോൾ ലഭിക്കുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. പെർഫോമൻസിൻ്റെ ഷിഫ്റ്റ് ശരിക്കും അറിയുന്നുണ്ട് ഈ ഓരോ മോഡലും. കംഫർട്ട് മോഡിലാണെങ്കിൽ പക്ക സോഫ്റ്റായിട്ട് സ്മൂത്ത് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് എല്ലാം. സ്പോർട്ടും സ്പോർട്ട് പ്ലസിലും ആ ചേഞ്ച് ശരിക്കും അറിയുന്നത്. സോ ഈ ഒരു ബാലൻസ് എസ് ക്ലാസിന് എന്നും എപ്പോഴും യൂണീക്ക് ആക്കുന്നത് അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ള പുതിയ എസ് ക്ലാസിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഇതിൽ വന്നിരിക്കുന്നത് 4 വീൽ സ്റ്റിയറിംഗ് ആണ്. 4.5 ഡിഗ്രിയുള്ള സ്റ്റിയറിംഗ് ആണിത്. ഇത് പുറമെ 10 ഉണ്ട്, അത് കൂടുതൽ എക്സ്ട്രീമാണ്. ഇത് തന്നെ ഐ വാസ് സർപ്രൈസ്. ഈ ചെറിയൊരു ടേണിൽ തന്നെ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു ടേണിങ് റേഡിയസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ 2-3 വിഷ്വൽസും കൂടെ ഞാൻ കാണിക്കാം. സോ ഇനി ഞാൻ എസ് ക്ലാസിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല എന്ന് നിൽക്കാറ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൺക്ലൂഡിങ് വിത്ത് എപ്പിസോഡ്, ഞാൻ ഈ കാറ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ശരിക്കും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. സോ ഈ ഒരു കാറ് ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ്, ദ ലക്ഷറി കാർ ഓഫ് ദി ഇയർ, ഇങ്ങനെ പല ടൈറ്റിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എസ് ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ കുറച്ചുകൂടെ അത് എൻജോയ് ചെയ്യട്ടെ. അടുത്ത സൈഡ് പുതിയൊരു കാറുമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് എവറി ബിറ്റ് ഓഫ് ലൈഫ് ദ വേ യു ക്യാൻ. ഗോഡ് ബ്ലെസ്. ബൈ.